നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഈ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഏകദേശം ഒരു 200ഓളം വീഡിയോകൾ നമ്മുടെ ഈ വനവൽക്കരണത്തെക്കുറിച്ചൊക്കെ ചെയ്തു കഴിഞ്ഞു. ഒരു 70-80 ലക്ഷം ആളുകൾ ഈ വീഡിയോകളൊക്കെ കണ്ടും കഴിഞ്ഞു. പക്ഷേ ചില വീഡിയോകൾക്ക് വലിയ കാഴ്ച കിട്ടാറില്ല. ഈ പറയാൻ പോകുന്നത് അങ്ങനെ വലിയ കാഴ്ച കിട്ടാൻ സാധ്യതയില്ലാത്തൊരു വീഡിയോ ആണ്. കാരണം ഇത് നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചാണ്. ഇത് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ഗുരുതരമായ പ്രശ്നമാണ്. പക്ഷെ നിർഭാഗ്യവശാൽ നമുക്കത് മനസ്സിലായിട്ടില്ല. നമ്മൾക്കിത് നമ്മളെ ഒരിക്കലും ബാധിക്കില്ല എന്നുള്ളൊരു തോന്നലാണ് ആൾക്ക് പൊതുവെ ഉള്ളത്. കഴിഞ്ഞ വർഷം ഞാൻ ഈ വീഡിയോ തുടങ്ങി, ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇത് തുടങ്ങി, അതിലേക്ക് വരാം. അപ്പോൾ അത് തുടങ്ങി പകുതിയായ സമയത്ത് എനിക്ക് ഒരു ന്യൂറോ സർജറി വേണ്ടി വന്നു. അപ്പോൾ പിന്നെ ആ വീഡിയോ അവിടെ വെച്ച് നിന്നുപോയി. ഇപ്പോൾ ഞാനിത് വീണ്ടും എടുക്കാൻ കാരണം 2 കാരണങ്ങളാണ്. ഒന്ന്, കഴിഞ്ഞ ആഴ്ച ദുബായിലുണ്ടായ മഴ. ഏതാണ്ട് 2 മീറ്റർ മഴ ഒറ്റ ദിവസം കൊണ്ട് പെയ്യുകയാണ്. 2 മീറ്റർ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ റെയിൻ ഗേജ് വെച്ച് അളക്കുമ്പോൾ 10 സെൻറ്റിമീറ്റർ മഴ പെയ്യുന്നു, 15 സെൻറ്റിമീറ്റർ പെയ്യുന്നു, 5 മില്ലിമീറ്റർ പെയ്യുന്നു എന്നൊക്കെ പണ്ട് പെയ്തു എന്നൊക്കെ നമ്മുടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ അറിയിപ്പുകളായിട്ട് പണ്ട് റേഡിയോയിലും ടെലിവിഷനിലും ഒക്കെ കേൾക്കുമായിരുന്നു. ആ സ്ഥാനത്താണ് ഒരു ദിവസം 2 മീറ്റർ മഴ. അപ്പോൾ ഇത്രയും വെള്ളം ഒരുമിച്ച് വരുമ്പോഴുള്ള പ്രശ്നം, ഇത്രയും വെള്ളം ഉൾക്കൊള്ളാനുള്ള സംവിധാനം ഭൂമിയിലില്ല. സ്വാഭാവികമായിട്ടും വെള്ളപ്പൊക്കം വലിയ തോതിലുണ്ടാവും. അതാണിപ്പോൾ ദുബായിൽ സംഭവിച്ചത്. എന്ന് മാത്രമല്ല, നമ്മൾ ഈ ദുബായ് അല്ലെങ്കിൽ യൂറോപ്പ് അല്ലെങ്കിൽ അമേരിക്ക ഒക്കെ വളരെ സേഫായിട്ടുള്ള നഗരങ്ങളാണെന്നാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ കഴിഞ്ഞ ഒരു 2-3 വർഷത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ 5 വർഷത്തെ കാലാവസ്ഥാ വ്യതിയാന പഠനങ്ങൾ അല്ലെങ്കിൽ അത് സംബന്ധിച്ച് അതിൻ്റെ ഇഫക്റ്റ് എന്തൊക്കെയാണ്, അതുകൊണ്ടുണ്ടായ വീഴ്ചകൾ എന്ന് പഠിച്ചാൽ ഈ ഒരു നഗരവും സുരക്ഷിതമല്ല, ഒരു നഗരത്തിലും ജീവിക്കുന്ന ആൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒക്കില്ല എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതിന് പരിഹാരം എന്തെന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ചാൽ നമ്മുടെ ചുറ്റുപാട് തന്നെ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് ഈ പ്രശ്നത്തിൻ്റെ ഒരു ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. നിർഭാഗ്യവശാൽ നമ്മുടെ മാധ്യമങ്ങളൊന്നും ഇത് വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാനിത് പറയുന്ന സമയത്ത് അന്ന് ഒരു വലിയ വാർത്ത വന്നത് നമ്മുടെ ജോ ബൈഡൻ, അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ്റെ പട്ടി 12 പേരെ കടിച്ചു വൈറ്റ് ഹൗസിൽ. അദ്ദേഹം വൈറ്റ് ഹൗസിലേക്ക് വന്നപ്പോൾ ഈ പട്ടിയെ കൂടെ കൊണ്ടുവന്നു. അത് 3 കൊല്ലത്തിനിടയ്ക്ക് വൈറ്റ് ഹൗസിൽ 12 പേരെ കടിച്ചു. അതുകൊണ്ട് പട്ടിയെ തിരിച്ചുവിടുന്ന കാര്യം ആലോചിക്കുന്നതെന്നോ തിരിച്ചു വിട്ടെന്നോ ഒക്കെയാണ് വാർത്ത. അപ്പോൾ മനുഷ്യൻ പട്ടിയെ കടിച്ചാൽ വാർത്തയാണ്, പട്ടി മനുഷ്യനെ കടിച്ചാൽ വാർത്തയല്ല. ഇതാണ് ജേർണലിസത്തിൽ ആദ്യം പഠിപ്പിക്കുന്ന ഒരു പാഠം. പക്ഷെ ഇവിടെ പട്ടി മനുഷ്യനെ കടിച്ച വാർത്തയായി. കാരണം ജോ ബൈഡൻ്റെ പട്ടിയാണ് വൈറ്റ് ഹൗസിനകത്താണ് ആളുകളെ കടിച്ചത്, 12 പേരെ കടിച്ചു. എന്നാൽ അതേ സമയത്ത് ലോകമെമ്പാടും നടന്നിരുന്ന ഗുരുതരമായ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. ഹോങ്കോങ്ങിൽ ബ്ലാക്ക് സ്റ്റോം എന്ന പേരിലൊരു മഴ, ദിവസം 15 ഇഞ്ച് മഴ പെയ്യുകയാണ്. അവിടുത്തെ ഒരു വലിയ പാലം തകർന്നു വീണു, ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി, അതൊരു വാർത്തയായില്ല. ഗ്രീസിൽ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി, അത് വാർത്തയായില്ല. ലിബിയയിൽ 2 അണക്കെട്ടുകൾ പൊട്ടി, അതും വാർത്തയാവുന്നില്ല. വാർത്തയാവുന്നുണ്ട്, പക്ഷെ വൻതോതിലുള്ള വാർത്തയാവുന്നു. ന്യൂയോർക്കിൽ വെള്ളപ്പൊക്കം ഉണ്ടായി, ന്യൂയോർക്കിൽ വൻ വെള്ളപ്പൊക്കം ഉണ്ടായി. അപ്പോൾ ഇതൊന്നും നമുക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് വലിയ വാർത്തയായിട്ടോ അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം നമ്മുടെ പടിവാതിൽക്കലെത്തിക്കുന്നു, നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്നോ ഉള്ള മട്ടിലുള്ള ഒരു വാർത്തയും എങ്ങും വരുന്നില്ല. ആ സമയത്ത് നമ്മുടെ ബഹുമാന്യനായ അഭിവന്ദ്യനായ മാർപ്പാപ്പ, അദ്ദേഹം എനിക്ക് തോന്നുന്നു ഇത് പത്രങ്ങൾ ക്യാരി ചെയ്യാത്തതുകൊണ്ടാവാം, അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കി, കാലാവസ്ഥാ വ്യതിയാനം നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു, ജീവിതം തന്നെ ദുസ്സഹമായിക്കൊണ്ടിരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് ആളുകൾ ഇതിലെന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളൊരു അർത്ഥത്തിൽ അദ്ദേഹം അത്തരത്തിലൊരു ഈ പ്രശ്നത്തിലേക്ക് ആളുകളുടെ ശ്രദ്ധ തിരിച്ചുവിടാനായിട്ടൊരു പ്രസ്താവന നടത്തി. അതും നമ്മുടെ പത്രങ്ങൾ വലുതായിട്ട് കാര്യം ചെയ്തില്ല. പക്ഷേ ചുറ്റും സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ന്യൂയോർക്കിലെ വെള്ളപ്പൊക്കം അവിടെ നിൽക്കട്ടെ, കഴിഞ്ഞ 5 വർഷം ആയിട്ട് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ അതായത് 2018 നമ്മുടെ കേരള ഫ്ലഡ് എന്ന് പറഞ്ഞ് ഇത്തരത്തിലുള്ളൊരു പ്രതിഭാസമായിരുന്നു. ഒരാഴ്ച കൊണ്ട് 2 മീറ്റർ മഴ പെയ്തു. അത് കഴിഞ്ഞ് 2019 ജപ്പാനിൽ ഒരു ദിവസം കൊണ്ട് 2 മീറ്റർ മഴ പെയ്തു. ഉത്തരാഖണ്ഡ് സ്ഥിരമായിട്ട് ഇടിഞ്ഞ് താഴോട്ട് വരികയാണ് മഴയും വെള്ളപ്പൊക്കവും കാരണം. കഴിഞ്ഞ വർഷം യൂറോപ്പിൻ്റെ സൗത്ത് യൂറോപ്പ്, സദേൺ യൂറോപ്പ് എന്ന് പറയുന്ന മുഴുവൻ വെള്ളത്തിനടിയിലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ലോകമെമ്പാട് ഇപ്പോൾ ദുബായ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്ലാൻഡ് ഒരു സിറ്റിയാണ്. അവിടുത്തെ കെട്ടിടങ്ങൾക്കെല്ലാം നല്ല ഉറപ്പുള്ളതാണ്. പക്ഷേ അവിടെ 9 നില കെട്ടിടത്തിൻ്റെ അടിയിലത്തെ നിലയിൽ വെള്ളം കയറിയിട്ട് കെട്ടിടം ചെരിഞ്ഞു എന്നാണ് വാർത്ത. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ലോകം മുഴുവൻ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കാലാവസ്ഥാ വ്യതിയാനത്തിന് നേരെ കണ്ണടയ്ക്കാമെന്ന് വിചാരിക്കുന്നത് വലിയ മണ്ടത്തരാണ്. നമ്മുടെ ഈ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കവും അല്ലെങ്കിൽ വരൾച്ചയും മാത്രമല്ല, ഇത് രണ്ടും സംഭവിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് ചെറിയ ചെറിയ മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. ഞാനിത് കഴിഞ്ഞ വർഷം പറയാൻ കാരണം, ഇത് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങാൻ കാരണം തന്നെ കഴിഞ്ഞ ജൂൺ മാസത്തിൽ കേരളത്തിൽ മഴ പെയ്തിട്ടില്ല. ഈ ജൂണല്ല, ജൂൺ വരുന്നേ ഉള്ളൂ, കഴിഞ്ഞ ജൂൺ മാസത്തിൽ. എന്ന് മാത്രമല്ല ജൂൺ മാസത്തിൽ 1 മഴയോ 2 മഴയോ 2 ചെറിയ മഴകൾ പെയ്തു. ജൂലൈ ഓഗസ്റ്റ് മാസം പൂർണ്ണമായിട്ടും മഴരഹിതമായിരുന്നു. ഓണം ഓഗസ്റ്റ് അവസാനമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഡൽഹിയിലായിരുന്നു. ഡൽഹിയിൽ നിന്ന് ഞാൻ ഈ ഓണം കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ വരുമ്പോൾ ആദ്യം കാണുന്ന ഈ പുളിയർക്കോണത്തൊക്കെ നോക്കുമ്പോൾ ചെറിയൊരു പ്രത്യേകത, ആകാശത്തോട്ട് നോക്കിയാൽ വളരെ വെളുപ്പാണ്, മരത്തിലൊന്നും ഇലയില്ല,
തേക്കിൻ്റെ ഒക്കെ ഇല ഇങ്ങനെ ചൂട്ടി പൊഴിഞ്ഞു കിടക്കുന്നു. അതുപോലെ തന്നെ പല മരങ്ങളുടെ ഇലകൾ ഇങ്ങനെ വഴി മുഴുവൻ പൊഴിഞ്ഞു കിടക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളായ എൻ്റെ ശാസ്ത്രജ്ഞന്മാരെ ഡോക്ടർ ഷാജിയെയും ഡോക്ടർ മാത്യു ഡാനെയും വിളിച്ചു. സാർ ഇങ്ങനെയൊക്കെ കാണുന്നില്ല, ഇത് എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ മാത്യു ഡാൻ സാർ ചോദിച്ചു, സാർ അത്രേ കണ്ടുള്ളൂ, മുരിങ്ങ പൂത്ത കണ്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ എല്ലാം മുരിങ്ങ പൂത്തിട്ട് അതിൽ കായുമായിട്ട് നിൽക്കുകയാണ്. പ്ലാവ് നോക്കിയപ്പോൾ പ്ലാവിൽ 2 ചക്ക പൊട്ടിയിട്ടുണ്ട്. മാവ് നോക്കുമ്പോൾ മാവിൽ 3 മാസം മുമ്പ് നമ്മൾ മാങ്ങ പറിച്ച് നിർത്തിയ മാവിൽ മാമ്പൂ വിരിഞ്ഞിരിക്കുന്നു, കായാകാൻ പോവുകയാണ്. എന്താണ് ഇതിൻ്റെ രഹസ്യം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഒരു കമ്മ്യൂണിക്കേഷൻ ചെടികൾക്ക് പ്രകൃതിയുമായിട്ടുണ്ട്. അപ്പോൾ ഈ മഴ തുടർച്ചയായിട്ട് പെയ്യാതിരിക്കുക, ഇല കൊഴിയുകയെല്ലാം ചെയ്തപ്പോൾ ഇനി അടുത്ത വസന്തകാലമാണ് അല്ലെങ്കിൽ പൂവിടേണ്ട കാലമാണെന്നൊരു തെറ്റിദ്ധാരണ ചെടികൾക്കുണ്ടായി. അതിൻ്റെ ഫലമായിട്ടാണ് ചെടികൾ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ചെടികൾ സ്വയം അങ്ങ് പൂവിട്ട് കളഞ്ഞു. അപ്പോൾ ഡോക്ടർ ഷാജി പറഞ്ഞു, ഇതേ തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ലോകമെമ്പാടും സംഭവിക്കാറുണ്ട്. അതിൽ മറ്റേ നമ്മുടെ ഉത്തരാഖണ്ഡിൻ്റെ ദേശീയ പുഷ്പമായ റോഡോഡെൻഡോ എന്തോ ഒരു പേര് പറഞ്ഞു, ആ ചെടി അതിവിടെ കാലം തെറ്റി പൂക്കുന്നതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ തന്നെ നടന്നിട്ടുണ്ട്. അത് സ്ഥലം മാറ്റി വെക്കുമ്പോഴും കാലം തെറ്റി വെക്കുമ്പോഴും ഒക്കെ ഉള്ള എന്നാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ് എൻ്റെ ഓർമ്മ. എന്ത് ശകലം വ്യത്യാസം ഉണ്ടാവാം, ഓർമ്മയിൽ നിന്ന് പറയുന്നതാണ്, 1 വർഷം മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ്. എന്തായാലും ചെടികളുടെ പൂക്കലിലും കായ്ക്കലിലും എല്ലാം വലിയ വ്യത്യാസം വരുന്നു എന്ന് പറഞ്ഞു. വീണ്ടും ഞാനിത് എടുത്തിടാൻ കാരണം, ഇന്നലെ ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് കേരളത്തിലേക്ക് വരുമ്പോൾ അതിൽ പാലക്കാട് നമ്മുടെ കഞ്ചിക്കോട് കഴിഞ്ഞിട്ട് ഷൊർണൂർ വരെയുള്ള സ്ഥലങ്ങളിൽ പലയിടത്തും വയൽ കത്തിക്കുന്നത് കണ്ടു. ഇത് ഹരിയാനയിലെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. അവർ ആ വയൽ കത്തിക്കുന്നതുകൊണ്ടാണ് അവിടെ സ്മോഗ് എന്ന് പറയുന്ന പുകമഞ്ഞ് ഡൽഹിയിൽ ഉണ്ടാകുന്നത്. ഈ പറയുന്ന ഹരിയാനയിലെ വയൽ കത്തിക്കലാണ് അതിൻ്റെ പ്രധാന കാരണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ പാലക്കാട് ഈ കൊടും ചൂടിനിടയ്ക്ക് വയൽ കത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇത് വെള്ളം കയറ്റിയിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ വയലിൽ അത് മണ്ണിൽ ചേരുന്ന സാധനമാണ്. എന്തായാലും ഇപ്പോൾ അത് മുളയ്ക്കാനും പോകുന്നില്ല. പക്ഷേ ഇത് കത്തിച്ച് കരിയാക്കി മണ്ണിൽ ചേർക്കുന്നതിൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇത് വലിയ അപകടകരമായ ഒരു കാര്യമാണ്. ഒന്ന്, അതിൻ്റെ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, 2 ഈ ചൂടുകാലത്ത് കത്തിക്കുന്ന ഇതൊക്കെ. പക്ഷേ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ നോക്കുമ്പോൾ ഭാരതപ്പുഴയുടെ നടുക്ക് നിൽക്കുന്ന പുല്ലിനാരോ തീ കൊടുത്തിരിക്കുന്നു, അതും കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു വശം നടക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഇന്നലെ സ്പെയിനിൽ നിന്നൊരു വാർത്ത വന്നു. ആ സ്പെയിനിൽ നിന്ന് വന്ന വാർത്തയിൽ പറയുന്നത് സ്പെയിനിൽ പാറ്റ പെരുകുന്നതാണ്. അപ്പോൾ പാറ്റയ്ക്കൊരു പ്രത്യേക, പാറ്റ 280 മില്യൺ വർഷങ്ങൾക്ക് മുമ്പോ മറ്റോ ആണ് പാറ്റകൾ ഭൂമിയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ മാമത്ത്, നമ്മുടെ ഈ പറയുന്ന ദിനോസർ, ഇതിൻ്റെയൊക്കെ കാലത്തും പാറ്റയുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് പാറ്റ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ പാറ്റയുടെ ഒരു സർവൈവൽ, ഒരു അതിജീവനം ത്തിൽ വളരെ മിടുക്കനായ ഒരു ജീവിയാണ് പാറ്റ. ഒരുപാട് വർഷങ്ങളെ അത് അഭിമുഖീകരിച്ച്, കാരണം നമ്മൾ ഈ കീടനാശിനി ഉണ്ടാക്കിയപ്പോൾ തുടങ്ങി പാറ്റാക്കിയിട്ട് പ്രയോഗിക്കാൻ തുടങ്ങി. നമുക്കറിയാമല്ലോ, ഇവിടെ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വയ്ക്കുന്ന പാറ്റ വിഷങ്ങളാണ്. പക്ഷേ ഇതിനെല്ലാം പാറ്റ ഒരു 3-4 ജനറേഷൻ കഴിയുമ്പം അതിജീവിക്കും. അങ്ങനെ അതിജീവിച്ച് വന്ന പാറ്റയ്ക്ക് ഇപ്പോൾ യൂറോപ്പിൽ, പ്രത്യേകിച്ച് സ്പെയിനിൽ ഈ വേനൽക്കാലം കൂടി. ഇപ്പോൾ പണ്ടവിടെ ഈ മഞ്ഞുകാലം ധാരാളം ഉണ്ടായിരുന്നുകൊണ്ട് ഈ ക്ഷുദ്രജീവികളിൽ നിന്ന് നമ്മൾ പറയുന്ന സാധനങ്ങൾ കാര്യമായിട്ടില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ വേനൽക്കാലം കൂടിയപ്പോൾ അതിൻ്റെ ഈ പ്രത്യുൽപാദന കാലഘട്ടവും കൂടി. അപ്പോൾ പാറ്റകളുടെ എണ്ണം ഭയങ്കരമായി പെരുകി. കുറച്ചു നാൾ മുമ്പ് പാരീസിൽ ഈ കട്ടിലിൽ വരുന്ന മൂട്ട അത് തിരിച്ചു വന്നായിരുന്നു. അപ്പോൾ ഇതൊക്കെ പണ്ട് ടിക്-20 എന്ന് പറഞ്ഞ വർഷമൊക്കെ അടിച്ച് കേരളത്തിലൊക്കെ നിർത്തിക്ക് വന്നൊരു സാധനമാണ്. പിന്നെ നമ്മുടെ ട്രെയിനിലോ ആശുപത്രിയിലോ അങ്ങനെ 1-2 സ്ഥലങ്ങളിൽ ഇത് കാണാറുള്ളായിരുന്നു. അപ്പോൾ ഇപ്പോൾ ആ സാധനം പാരീസിൽ വന്നിട്ട് അവർ വീണ്ടും അതിനെതിരെ എന്ത് ചെയ്യും എന്നുള്ളതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രാണികളെല്ലാം വരാനുള്ളൊരു കാരണം, ഈ ചക്ക കാലം തെറ്റി വിരിഞ്ഞതുപോലെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ട് ലോകത്തുള്ള കാലാവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ചില പ്രത്യേക പ്രാണികൾ അതിജീവിച്ചു വരികയാണ്. ഇനി ഈ പാറ്റ ഇങ്ങനെ വരികയും നമ്മൾ വിഷം പ്രയോഗിക്കുകയും ചെയ്താൽ എന്ത് സംഭവിക്കും? 2 ജനറേഷൻ കഴിയുമ്പോൾ പാറ്റ ഈ വിഷത്തെ അതിജീവിക്കും. പക്ഷേ ഈ വിഷത്തെ അതിജീവിക്കാൻ നമുക്ക് പറ്റുമോ എന്നുള്ളത് കണ്ടറിയണം. കാരണം എൻ്റെ വീടിന് താഴെ ഒരു ഫാക്ടറി ഉണ്ടായിരുന്നു, എല്ല് പിടിക്കുന്ന ഫാക്ടറിയായിരുന്നു. അപ്പോൾ അവിടെ ഈ ചാക്കിനിടയിൽ പാറ്റകൾ കൂട്ടമായിട്ടിരിക്കുമായിരുന്നു. ഒരിക്കലും ഈ ഫാക്ടറിക്കാർ സഹിയിട്ടിട്ട് അവിടെ ചില വിഷപ്രയോഗങ്ങൾ നടത്തി. വലിയ കീടനാശിനിയൊന്നുമില്ല, ചെറിയ തോതിലുള്ള കീടനാശിനി പാറ്റയ്ക്ക് വേണ്ടി പ്രയോഗിച്ചപ്പോൾ 10,000-കണക്കിന് പാറ്റ അവിടെ മുഴുവൻ ചത്ത് കിടന്നു. പണ്ട് മറ്റേ രാത്രിയാകുമ്പോൾ ഒരു 1000 പാറ്റ അതിൻ്റെ മുറ്റത്ത് ഇങ്ങനെ കാണും. 1000 ഒന്നും അല്ല, എണ്ണാനൊക്കില്ല. കാരണം ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് അത്രയുള്ള മിറ്റാണ്. അവിടെ മുഴുവൻ പാറ്റ ഈ വിഷപ്രയോഗം കഴിഞ്ഞപ്പോൾ ചത്ത് കിടക്കാൻ തുടങ്ങി. ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു 10-15 പൂച്ച, ഈ ഫാക്ടറിയെ ചുറ്റിപ്പറ്റി വളരുന്ന പൂച്ചകൾ അവിടെ ഇവിടെ ചത്ത് കിടക്കുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ചത്ത പാറ്റയെ തിന്നാണ്. അപ്പോൾ ഈ പാറ്റയുടെ ഉള്ളിലെ വിഷം പൂച്ചയ്ക്കുള്ളിൽ പോയി. അപ്പോൾ പാറ്റയുടെ വിഷം പൂച്ചയ്ക്കുള്ളിൽ പോയതും അല്ലാതെ വെളിയിൽ കിടക്കുന്ന പൂച്ചയ്ക്ക് വയറിന് പുറത്ത് കിടക്കുന്ന പാറ്റയും എല്ലാം അന്തിമമായിട്ട് ചേരുന്ന മണ്ണിലാണ്. അപ്പോൾ ഈ രാസവസ്തുക്കളെല്ലാം മണ്ണിലേക്കാണ് ചേരുന്നത്. അത് അവിടെ നിന്ന് ചെടികൾ വലിച്ചെടുത്തും, 1 മണ്ണിലെ മൈക്രോബ്സിനെയും മറ്റും നശിപ്പിക്കുന്നു, 2 ഈ കായികനികളിലൂടെ നമുക്ക് തന്നെ തിരിച്ചു വരികയാണ്. ഒരുപക്ഷെ ഈ വൻതോതിലുള്ള ക്യാൻസറും മറ്റു രോഗങ്ങളും മനുഷ്യരുടെ വ്യാപിക്കാനുള്ള കാരണവും ഈ വിഷപ്രയോഗങ്ങളൊക്കെ തന്നെ ആയിരിക്കാം. അപ്പോൾ എന്തായാലും
കാലാവസ്ഥാ വ്യതിയാനം പലതുകൊണ്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കുടിവെള്ളം ഇല്ലാതാകുന്നു, കാട്ടുതീ വരുന്നു, വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു. അതിനൊക്കെ പുറമെ പലതരത്തിലുള്ള ജീവികൾ മനുഷ്യനെ പെറ്റുവരികയും അതിൻ്റെ ആ പ്രകൃതിയുടെ ബാലൻസ് തെറ്റിക്കുന്ന തരത്തിൽ, ഇപ്പം പാറ്റയുള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പാറ്റയെ പിടിക്കുന്ന മറ്റ് ജീവികളുണ്ടെങ്കിൽ അത് ബാലൻസ് ചെയ്തു പോകും. പക്ഷെ ഒരു ജീവി പ്രത്യേകമായിട്ട് ഇങ്ങനെ പെറ്റുവരികയും എല്ലാം ചെയ്യുന്ന ഒരു സ്ഥിതി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ നിങ്ങളുടെ ഒരു സെൻറ്റ് ഭൂമിയിലോ ഒരു ഫ്ലാറ്റിലോ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം നമ്മൾ ചെയ്യേണ്ട ഒരവസ്ഥയാണ്. ലോകത്ത് 1000 കോടി മനുഷ്യരുണ്ടെങ്കിൽ ആ 1000 കോടി മനുഷ്യരും ഒരുമിച്ച് ഇറങ്ങിയെങ്കിൽ മാത്രമേ കാലാവസ്ഥാ വ്യതിയാനത്തെ അല്പമെങ്കിലും ചെറുക്കാനാവുള്ളൂ. അത് വളരെ ഗുരുതരമായ ഒരു വിഷയമാണ്. അത് നമ്മുടെ മാധ്യമങ്ങളടക്കം എല്ലാവരും അവഗണിക്കുന്നു. അതേക്കുറിച്ച് കൂടുതൽ പഠിക്കാനും കൂടുതൽ മനസ്സിലാക്കുവാനും കൂടുതൽ എന്ത് പ്രതിരോധം നമുക്ക് നടപ്പിലാക്കാൻ പറ്റുമെന്നും ആലോചിക്കുവാൻ എല്ലാവരും തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു.